ഗുരുതര ആരോപണവുമായി തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. വിജയ് മല്യ സമർപ്പിച്ചവയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിക്ക് മാത്രം എങ്ങനെ കേടുപാട് സംഭവിച്ചുവെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മഴയും വെയിലും ഏൽക്കുന്ന മേൽക്കൂരയ്ക്ക് കേട് പറ്റിയിട്ടില്ല, ബോധപൂർവം കേട് വരുത്തിയതാണെന്നും ശബരിമല പഞ്ചലോഹ വിഗ്രഹ നിർമ്മാതാക്കളായ തട്ടാവിള കുടുംബാംഗം ജനം ടിവിയോട് പറയുകയുണ്ടായി. വിജയ് മല്യ 1998 ഇത് പൂശിയത് മൊത്തമാണ്. അതായത് ശ്രീകോവില്, ബാക്കി ദേവന് ചുറ്റുമുള്ള സ്ഥലം, ആന, ദ്വാരപാലക ശില്പം, സോപാനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിന് മാത്രം എങ്ങനെ കേട് വന്നു? കേട് വരാനാണെങ്കിൽ മഴയും വെയിലും ഒക്കെ കൊണ്ട ഈ റൂഫാണ് അവിടെ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം റൂഫാണ് ആദ്യം കേടാകേണ്ടത്, ഈ പറഞ്ഞ ഇതുപോലെ. അപ്പം അതിനൊന്നും ഒരു കംപ്ലൈൻറ്റിൽ ഇതിന് മാത്രമാണ് കംപ്ലൈൻറ്റ്. കൈ കൊണ്ട് തൊടുന്ന പല സ്ഥലമുണ്ട്, ചവിട്ടുന്ന സ്ഥലമുണ്ട്, സോപാനമൊക്കെ ചവിട്ടി കയറുന്നതാണ്. അപ്പം അതിലൊന്നും ഒരു ഡാമേജ് വരാതെ ഇതിൽ മാത്രം ഡാമേജ് വന്നു എന്ന് പറയുമ്പോൾ ഇത് ബോധപൂർവം ഡാമേജ് ആക്കിയതാണ്. ഗോകുൽ രമേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഗോകുൽ, ഗുരുതര ആരോപണം എന്ന് മാത്രമല്ല പ്രസക്തമായ ചോദ്യം കൂടിയാണ് ചോദിക്കുന്നത്. എന്തായാലും പ്രതിക്കൂട്ടിലുള്ളത് ദേവസ്വം ബോർഡാണെന്നതിൽ സംശയമില്ല. ഇതിൽ മറുപടി പറയേണ്ടത് ബോർഡാണ്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ള കുടുംബമാണ് തട്ടാവിള കുടുംബം. ആ തട്ടാവിള കുടുംബാംഗമായിട്ടുള്ള മഹേഷ് പണിക്കരാണ് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അത് അഴിച്ചുമാറ്റിയത് കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്നായിരുന്നു ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളിക്ക് മാത്രം എങ്ങനെ കേടുപാട് സംഭവിച്ചു? 1998 വിജയ് മല്യ ഈ സ്വർണ്ണപ്പാളികൾ സമർപ്പണം ചെയ്തത് ദ്വാരപാലക ശില്പത്തിൽ മാത്രമായിരുന്നില്ല. അത് ശബരിമലയുടെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള നാഗവിഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ ആനയുടെ വിഗ്രഹങ്ങൾ, അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, അങ്ങനെ പല വസ്തുക്കളിലായിട്ട് സ്വർണം പാളി ആലേഖനം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു സമർപ്പണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത്ര കാലയളവിനുള്ളിൽ എങ്ങനെ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾക്ക് മാത്രം കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് കേടുപാട് സംഭവിക്കാനാണെങ്കിൽ ആദ്യം കേടുപാട് സംഭവിക്കേണ്ടത് മേൽക്കൂരയ്ക്കായിരുന്നു. കാരണം മഴയും വെയിലും മഞ്ഞും ഒക്കെ നിരന്തരം ഏൽക്കുന്ന മേൽക്കൂരയ്ക്ക് കേടുപാട് സംഭവിക്കേണ്ടമായിരുന്നു. അതുകൂടാതെ ചവിട്ടിക്കയറുന്ന സോപാനപ്പടികൾക്ക് കേടുപാട് സംഭവിക്കണമായിരുന്നു. അതിനൊന്നും കേടുപാട് സംഭവിക്കാതെ ആരും സ്പർശിക്കുക പോലും ചെയ്യാത്ത ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് മാത്രം എങ്ങനെ കേടുപാട് സംഭവിച്ചു എന്നുള്ള ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ഇതിലുണ്ടായിട്ടുള്ള കേടുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമായിട്ടുണ്ടാക്കിയിട്ടുള്ള കേടുപാടാണ്. കാരണം ആരുടെയൊക്കെയോ ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ നിന്ന് മാറ്റണം, വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഏതോ ഒരാളുടെ അത്തരത്തിലുള്ള സ്വകാര്യമായിട്ടുള്ള താല്പര്യത്തെ തുടർന്ന് ഇത് ദേവസ്വം ബോർഡിൻ്റെ കൂടി ഒത്താശയോടുകൂടി അതിന് ബോധപൂർവമായിട്ടുള്ള കേടുപാടുകൾ സംഭവിപ്പിച്ചുകൊണ്ട് അത് അവിടെ നിന്നും മാറ്റുകയാണ് ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെ കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ നടപ്പാക്കണമെന്നുള്ളതാണ് അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥ. പക്ഷേ അതും ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി അത് നന്നാക്കി എന്നുള്ളത് പറയുന്നു. അത് മാത്രമല്ല, ഈ ശബരിമലയിലെ അയ്യപ്പനോട് ചേർന്നിരിക്കുന്ന വസ്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ ആ പ്രതിഷ്ഠയുടെ സ്വഭാവം കൂടി ഉള്ളതാണ്. അതായത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വസ്തുക്കൾക്കും ആ ഒരു സ്വഭാവം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് അവിടെ ആ ആചാരത്തിന് കൂടി ഭംഗം വരുന്നു. അവിടെ യുവതികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അവരൊക്കെ താമസിക്കുന്ന ഇടത്തേക്കാണ്, സ്വകാര്യമായിട്ടുള്ള വീടുകളിലേക്കാണ് ഈ സംഭവങ്ങൾ, ഈ വസ്തുക്കളൊക്കെ തന്നെ പൂജയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അതും ഗുരുതരമായിട്ടുള്ള ആചാര ലംഘനം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനെല്ലാം ഒത്താശയും ചെയ്തു നൽകിയിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അദ്ദേഹം ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ 2019 പകരം കൊണ്ടുവച്ചിട്ടുള്ള സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് അത് ആദ്യം കൊണ്ടുപോയ പാളിയല്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം ഒരു തവണ കൂടി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ അയ്യപ്പൻ്റെ വിഗ്രഹം നിർമ്മിച്ച ആളുകളാണ് ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ധാരണ ഉണ്ട്. അത് നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാകും, തൂക്കത്തിലുള്ള കുറവടക്കം കാര്യമായിട്ട് മനസ്സിലാകും. ഒപ്പം ഈ ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആഗോളതലത്തിൽ തന്നെ ഒരു കൂട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ശബരിമലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് ഒത്താശ ചെയ്തു നൽകിയത് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരികളും ഈ സംസ്ഥാന സർക്കാർ അടക്കമുള്ള ആളുകളുമാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മേൽ നടത്തുന്ന ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ, നിഗൂഢമായിട്ടുള്ള
വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ അതിന് എല്ലാ ഒത്താശയും ഇത്തരത്തിൽ അധികാരികളടക്കം ദേവസ്വം ബോർഡ് അടക്കം ചെയ്തു നൽകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്നും ഈ തട്ടാവള കുടുംബാംഗവുമായിട്ടുള്ള മഹേഷ് പണിക്കർ ആരോപിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളും ചോദ്യങ്ങളും ഒക്കെ വളരെ പ്രസക്തമുള്ളതാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും മഹേഷ് പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഇപ്പോഴും കൃത്യമായിട്ട് ഉത്തരം നൽകാതെ മൗനം പാലിച്ചുകൊണ്ട് സംശയം പറയാം ഗൂഗിൾ. എന്തായാലും ബോർഡിന് ഇതിൽ ഉത്തരം നൽകിയേ മതിയാവൂ, ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നവരുടെ എണ്ണം കൂടുകയാണെന്ന് മാത്രമല്ല രേഖകളിലും വ്യക്തതയുണ്ട്. കാരണം ബോർഡിനെതിരെ തെളിവുണ്ട് എന്നുള്ളതാണ്.